നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്താണ് എന്ന് ചോദിച്ചാൽ പലരും എടുത്തു വെച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ പറയും, എൻ്റെ സ്വപ്നം ഒരു വീടാണ് എന്നുള്ളത്. ചിലർ പറയും, എൻ്റെ സ്വപ്നം ഒരു വാഹനമാണ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ഇന്ന് യൂട്യൂബിൽ ഒരു ചെറിയ സാന്നിധ്യം കാണിക്കുന്ന ഒരു ചെറിയൊരു യൂട്യൂബർ ഇന്നൊരു കാർ എടുത്ത ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഡ്രൈവിങ്. അവർക്ക് നിർബന്ധമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ കാറ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് എവിടെയും തളരാതെ നമുക്കൊരു സ്റ്റേണായിട്ട് നിൽക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു തൻ്റെ ഇടം എന്നൊക്കെ പറയില്ലേ, ഒരു സ്റ്റേണായിട്ട് നമ്മൾ എവിടെ പോകുമ്പം നമ്മൾ പതറിപ്പോവില്ല. അയ്യോ ആര് കൂടെ പോരും, എങ്ങനെ പോവും, ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കും, ബാക്കിലുള്ള ആൾ ഹോൺ അടിക്കുമ്പോൾ ഞാൻ ടെൻഷനാവും, അങ്ങനത്തെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വണ്ടി അറിയാവേ നിങ്ങൾ മുമ്പിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പുറത്തു നിന്നുള്ള ഹോണടിയും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കട്ടെ. ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. അപ്പോൾ കാറെടുത്ത ആൾക്ക് നല്ലൊരു വിഷയമൊക്കെ ചെയ്യാണ് ഞാൻ. പക്ഷേ അതിലൂടെ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നു. ആ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ എനിക്കതൊരു വീഡിയോ ആക്കി ചെയ്യണമെന്ന് തോന്നി. പൊന്നേര മക്കളെ, അത് അഭിപ്രായ വ്യത്യാസമല്ല, മനസ്സിൽ തട്ടുന്നൊരു വിഷമായിരുന്നു എനിക്കത്. ഒരാൾ കാറെടുക്കാൻ പോയിട്ട് അവിടുത്തെ എല്ലാ ഫോർമാലിറ്റിയിലും ഒക്കെ ഒപ്പിട്ട് കൊടുത്ത് അവിടെ ചെറിയൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് ഈ കൂടെ വന്ന ആളുകളുടെ മകന് ഈ കേക്കൊന്നും ജസ്റ്റ് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ഈ കാന്തൊക്കെ വേണ്ട, ഈ ഓന്തോറ്റിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പരുന്തൊക്കെ ഉണ്ടല്ലോ, ഓന്തോറ്റി വേറെ പരുന്ത് വേറെ ആട്ടോ. ഈ പരുന്തൊക്കെ വന്നു റാഞ്ചി കൊണ്ടുപോകണൊരു മൊമെൻ്റ് ഇല്ലേ, ആ മൊമെൻ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ പറഞ്ഞിട്ട്. അത് എൻ്റെ പൊന്നോ, ആ കൊച്ചു കേക്ക് കഴിക്കുന്ന ഒരു അവസ്ഥ കണ്ടിട്ട് എൻ്റെ പടച്ചോനെ, നിങ്ങളെന്താ പറയുന്നത്, ഇതിനാരോടെയും വെള്ളം വാങ്ങിക്കൊടുക്കലില്ലേ എന്ന് ചിന്തിച്ചു പോയി. ആദ്യം നിങ്ങൾ കാറ് മേടിക്കുന്നതിന് മുമ്പാ ആ കൊച്ചിൻ്റെ ആഗ്രഹമായ ഒരു 2 കേക്ക് മേടിച്ചു കൊടുത്ത് കേക്കിനോടുള്ള ആർത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ കാറ് മേടിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു 500 രൂപൻ്റെ കേക്ക് പോലും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ നിങ്ങൾ പോയിട്ട് കാറെടുത്തു എന്ന് പറഞ്ഞ് നടന്നിട്ട് എന്നാ കിട്ടാനാ സോവേ, ഇനി തന്നെ ഒന്ന് പറ. അതുകൊണ്ട് ഇതെന്താ വെച്ചാൽ ആ കൊച്ച് ഈ കേക്ക് കഴിക്കുന്ന കണ്ടപ്പം സത്യത്തിൽ നെഞ്ച് പടഞ്ഞു പോയി. ഇവിടെയൊക്കെ എൻ്റെ മക്കൾ ആഴ്ചക്ക് ഇവിടെ കേക്ക് മേടിപ്പിക്കും. അവർക്ക് കേക്ക് കഴിക്കണം എന്ന് തോന്നുമ്പം അവർ ഉമ്മ പറഞ്ഞ് കേക്ക് മേടിപ്പിക്കുന്നതാണ്. ഇവന് ആണ്ടിലും സംക്രാന്തിക്കും ആയിരിക്കും കേക്ക് കാണുന്നത്. കുട്ടികളെ കളിയാക്കുകയല്ല, കുട്ടികളുടെ മാതാപിതാക്കളെ കളിയാക്കുകയാണ്. കാരണം എന്താ വെച്ചാല്, ഒരു കുഞ്ഞിന് ഇത്രത്തോളം ഇഷ്ടമുള്ള ഒരു സാധനം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്താൽ ഇത്രത്തോളം ആക്രാന്തം ആ കുട്ടി കാണിക്കില്ല. കാറെടുത്തതൊക്കെ നല്ല കാര്യം, അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവട്ടെ. പക്ഷേ ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും കൂടി ഒന്ന് സാധിപ്പിച്ചു കൊടുക്കടോ. കാറിൻ്റെ EMI ഒക്കെ അങ്ങ് അടഞ്ഞങ്ങ് പോവും. പക്ഷേ ഇതുങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതങ്ങ് നിറവേറ്റി കൊടുത്തിട്ട് നമ്മൾ പ്രതാപത്തിലേക്ക് അങ്ങ് കയറിപ്പോയാൽ പോരെ. ഇപ്പോഴത്തെ കാലത്ത് കാറെടുക്കുക എന്നൊന്നും പറയുന്നത് എത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരു പക്ഷേ എൻ്റെ കയ്യിൽ വണ്ടി ഉള്ളത് കൊണ്ടായിരിക്കാം, മേ ബി, എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഒരാൾ, അത് സുഹൃത്തായാലും എനിമിയായാലും കാറെടുത്ത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അപ്പം ആ കാറിൻ്റെ വിശേഷങ്ങൾ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാമെന്ന് കരുതി. അപ്പോഴാണ് കൊച്ചിന് കേക്ക് മുറിച്ച് ഒറ്റൊറ്റലും ഒറ്റ ശ്വാസത്തിൽ അത് വീഴുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു, എൻ്റെ കർത്താവേ, ആ കൊച്ചിൻ്റെ അണ്ണാക്ക് കെട്ടി ചത്തുപോകൂലേ എന്നുള്ള ചിന്താഗതിയായിപ്പോയി എനിക്ക്.
അതുകൊണ്ട് കാറ് വാങ്ങിയ പൊന്നാര സ്ത്രീയെ ആദ്യം കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അവർക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് എന്നുള്ളത് അതൊക്കെ ഒന്ന് അറിഞ്ഞും പറഞ്ഞും മേടിച്ചും കൊടുത്ത് ആ ആഗ്രഹങ്ങളൊക്കെ തീർത്തിട്ട് പോരെ. മുറ്റത്ത് കാറ് വാങ്ങിയിടാനൊക്കെ സുഖാട്ടോ. മാസം EMI അടിക്കുമ്പോ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുള്ളൂ. ഏതായാലും ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടപ്പോ ആ കൊച്ചിന്റെ ആക്രാന്തം കണ്ടപ്പോ എനിക്ക് പ്രതികരിച്ചു പോയേ പറ്റുള്ളൂന്ന്. എന്റെയൊക്കെ മക്കള് ഇവിടെ കേക്ക് വേണമെന്നുണ്ട് എന്നെയും കൂടി തൂക്കിപ്പടുക്കി കൊണ്ടുപോവുക ചെയ്യുക. ഇല്ല, അവന്മാർ ഇങ്ങോട്ട് ഓർഡർ എടുത്ത് വരും. എന്നിട്ട് എൻ്റെ ഫോൺ എടുത്തിട്ട് അവന്മാർ GPay ചെയ്തിട്ട് അവന്മാരങ്ങ് കുത്തിരിന്ന് കഴിക്കും. കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ്. എൻ്റെ മക്കള് കഴിക്കട്ടെ, മക്കൾ സന്തോഷിക്കട്ടെ, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ പോരെ എനിക്ക് എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി. അതൊന്നും നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി ഇല്ല എന്നെനിക്ക് അറിയാം. എത്രയും പെട്ടെന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടോളൂ. ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.